ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നിതാ ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ഉണ്ടല്ലോ. റമദാനല്ല, ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റം തന്നെ കേട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം ഒരു ഉള്ളിയും ഒരു തക്കാളിയുടെ പകുതി കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചാൽ അത്ര എടുക്കട്ടാ. പിന്നെ കരിവേപ്പില, പിന്നെ ആവശ്യത്തിന് ചപ്പും പൊതിനി എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. പിന്നെ ഇതാ മുട്ട 3 പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് തൊലിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളി അരിഞ്ഞെടുത്തതുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഇനി ഇതാ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊട്ടിട്ടും വരുന്നില്ല. അങ്ങനെ വീണു. എന്താ ഒക്കെ ഇനി നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് മസാലകളാണ് ഇടാൻ പോകുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. ഈ 4 ഐറ്റംസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി അത് കുറച്ചിട്ടാ, എനിക്ക് കുറച്ച്, ഞങ്ങൾക്ക് വേണ്ടത്ര ഇടാം. അല്ല, നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകും കൂടി ഇട്ടോളി. എനിക്കൊരിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഒരു പൊടിയുടെ പേര് കൂടി പറയാൻ മറന്നുപോയി, കുരുമുളക് പൊടി. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചപ്പും പൊതിനയും കരിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ച് നമ്മളെ മുട്ട നമുക്ക് മുറിച്ച് കൊടുക്കാം. ഇനി സമൂസ പത്തിരി കൊണ്ടാണ് നമ്മൾ മുട്ട പപ്സ് ഉണ്ടാക്കാൻ പോണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോണ്ട് മുട്ട പപ്സിന് നമ്മൾ സമൂസ പത്തിരിനാട്ടോ യൂസ് ചെയ്യുന്നത്. അത് ഇങ്ങനെ പ്ലസ് പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നടുഭാഗത്തുണ്ടല്ലോ അവിടെ നമുക്ക് റെഡിയാക്കി വെച്ച് നമ്മളെ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മുട്ട ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ഭാഗം ഇങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മളെ മറ്റ് 3 ഭാഗത്ത് പശ തേച്ചിട്ട് വേണം മടക്കാൻ കേട്ടോ. അല്ലെങ്കിൽ എണ്ണയിലിട്ടാൽ മസാല വേറെ മുട്ട വേറെ പത്തിരി വേറെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ പശ തേച്ചിട്ട് വേണം വെക്കാൻ, ഒട്ടിക്കാൻ. അതെന്താ ഇങ്ങനെ നമ്മളെ അവസാനത്തെ ലുക്ക് ഇതിൻ്റെ. അത് ഞങ്ങൾ എല്ലാതും അതുപോലെ ഇങ്ങനെ ആക്കിയെടുത്തു കൂട്ടാം. അങ്ങനത്തെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പൊരിക്കട പണിയിലേക്ക് പോകാം. അതിന് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മുടെ ഈ ഐറ്റം ഒന്നെടുക്കുക, ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത്രയുള്ളൂ, സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അടിപൊളിയാണ്. ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞ്. ഇതെല്ലാതും നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം.
അതിൻ്റെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്. പിന്നെ ഇതാ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. കാരണം നല്ല സൗണ്ടൊക്കെ കേട്ടില്ലേ, നല്ല ക്രിസ്പി ആട്ടാ. അപ്പൊ ചെയ്യുള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.